ഇന്ന് കണ്ടില്ലേ ജനങ്ങൾ ശ്രദ്ധിക്കാതെയായിരിക്കും ചെയ്യുന്നത്. കുറെ വാഹനങ്ങളിൽ നോക്കിയാൽ മാഷാ അല്ലാഹ് തബാറകല്ലാഹ്, ചിലപ്പോൾ യാസീൻ തന്നെ ബാക്കിലെ ഗ്ലാസ്സിൽ മുഴുവനും എഴുതി വെച്ചിരിക്കുകയാണ്, ചിലതിലോ സ്വലാത്ത് സാരി എഴുതി വെച്ചിരിക്കുകയാണ്, ചിലതിൽ ഖുർആൻ എഴുതി വെച്ചിരിക്കുകയാണ്, ചിലപ്പോൾ ജീവികളുടെ രൂപത്തിൽ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നാ ലില്ലാഹ്, അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ നിന്റെ കാറിന്റെ മേലെയും താഴെയും എല്ലാം എഴുതി വെച്ച് സർവത്ര പൊടിയും ചെളിയും നജസും അതിന്റെ മേലെ തെളിച്ചാൽ അല്ലാഹു എന്ന ഏറ്റവും ആദരണീയമായ ജലാലത്തിന്റെ നാമത്തിന്റെ മേലെ എല്ലാ ചെളിയും വന്നോ, എല്ലാ പൊടിയും വന്നോ, അത് ആ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ ചിലപ്പോ കാട്ടം വരെ മാഷാ അല്ലാഹ് എന്ന് എഴുതിയതിന്റെ മേലെ വീണില്ലേ മോനെ? അല്ലാഹുവിന്റെ ജലാലത്തിന്റെ നാമം എഴുതിയതിന്റെ മേലെ അഴുക്ക് വീണുപോയാൽ, നജസ് വീണുപോയാൽ ഇന്നാ ലില്ലാഹ്, അത് ബഹുമാനത്തിന് കേടല്ലേ മോനെ? ഇന്ന് നിരത്തി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ടയറിന്റെ മേലെ, ബമ്പറിന്റെ മേലെ എല്ലാം മാഷാ അല്ലാഹ് യാസീനും ആയത്തുകളും എല്ലാം എഴുതി വെക്കുന്നു. അത് പൊടിയും ചെളിയും നജസും എല്ലാമായി പോയാൽ അത് ബഹുമാനത്തിന് കുറവാണ്. നീ നിന്റെ പേരെഴുതിയിട്ട് മുറ്റത്തൊന്ന് സ്ഥാപിക്കൊരു ബോർഡ്, രാവിലെ ഇറങ്ങുമ്പോ കാക്കയുടെ കാഷ്ടം അതിന്റെ മേലെ കിടന്നാൽ നിനക്ക് സഹിക്കുമോ മോനെ? എന്നാലുണ്ടോ അല്ലാഹുവിന്റെ പവിത്രമായ നാമത്തിന്റെ മേലെ എല്ലാ പൊടിയും ചളിയും വന്നാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് അശ്രദ്ധമായി ചില സഹോദരന്മാരെങ്ങനെ ചെയ്യുന്നുണ്ട്. വീട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാഷാ അല്ലാഹ് തബാറകല്ലാഹ് എന്ന് വലിയൊരു ഫ്ലക്സ്. പക്ഷേ അത് ചെയ്യുന്നതിന് ഞാൻ വിരോധിക്കുന്നില്ല. വീട് ഉദ്ഘാടനത്തിന്റെ അന്ന് ആ ഫ്ലക്സ് ഏതോ പിന്നാമ്പുറത്ത് വലിച്ചെറിഞ്ഞു പോയാൽ, അല്ലാഹുവിന്റെ മഹത്വമുള്ള പേരെഴുതിയ കടലാസ് അല്ലെങ്കിൽ ആ ബോർഡിന് ചെളിയിലോ വെള്ളത്തിലോ വീണുപോയാൽ അത് നിനക്ക് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് വലിയ അപകടമല്ലേ? മുൻഗാമികൾ അതെല്ലാം ബഹുമാനത്തോടെ സൂക്ഷിച്ചു. ചളിയിൽ കിടക്കുന്ന അല്ലാഹ് എന്നെഴുതിയ ഒരു തോല് അത് കഴുകിയെടുത്ത് മേലെ വെച്ചപ്പോഴേക്ക് വിലായത്തിന്റെ പദവി കിട്ടി. ഇതല്ലേ മഹാന്മാര് നമുക്ക് പകർന്നു തന്ന പാഠം. അതുപോലെ നമ്മുടെ ചങ്കിലെ ചോരയായ ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും അവിടുത്തെ സ്വലാത്തുമെല്ലാം നമ്മൾ ബഹുമാനം കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് എഴുതി വെച്ചതാണ്. പക്ഷേ അതിന്റെ ഹുറുമത്തനുസരിച്ച് പാലിക്കാൻ നിന്റെ വാഹനത്തിന്റെ ബാക്കിലെ ഗ്ലാസ്സിൽ എഴുതിയാൽ കഴിയുമോ മോനെ? അതിലും ഈ സർവത്ര പൊടിയും ചളിയുമൊക്കെ ആയില്ലേ മോനെ? അതിന്റെ ബഹുമാനം സൂക്ഷിക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ അത് വലിയ ദുരന്തം തന്നെ. അതുകൊണ്ടത് കാത്തു സൂക്ഷിക്കണമെന്ന് സ്നേഹബുദ്ധിയാ ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ കണ്ടില്ലേ, ഇന്ന് കടകളിലേക്ക് ചെന്നാൽ, റെഡിമെയ്ഡ് ഷോപ്പുകളിലേക്ക് ചെന്നാൽ മുതലാളി ഏതാ ബൊമ്മ ഏതാണ് തിരിച്ചറിയൂല. കുറെ ബൊമ്മകൾ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. മുതലാളി ഏതാണ് സംശയിച്ചു പോകുന്നു. ഈ നിലക്ക് ആണിന്റെയും പെണ്ണിന്റെയും രണ്ടുമല്ലാത്തതിന്റെയും കുറെ പ്രതിമകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. മതകീയമായി അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഹറാമായ കാര്യമല്ലേ അത്തരം പ്രതിമകൾ വെക്കൽ. അതിൽ കുറഞ്ഞ വരുമാനം മതിയെന്ന് തീരുമാനിക്കാൻ നിനക്ക് കഴിയണ്ടേ മോനെ? അത് ചിലപ്പോൾ ഗൗരവതരമായി അറിയാത്ത ചില സഹോദരന്മാർ വെച്ചിട്ടുണ്ടാകാം. അതൊന്ന് മാറ്റിവെക്കുമോനെ. കാരണം നമ്മുടെ കയ്യിലുള്ള മതമേതാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന മതമാണ്. അപ്പോൾ പഴയകാല പണ്ഡിതന്മാർക്ക് ഇതൊക്കെ സങ്കല്പിക്കാൻ കഴിഞ്ഞോ മുസ്ലിയാരെ? അതല്ലേ ഞാൻ ആദ്യമായി ഉദാഹരണം പറഞ്ഞത്. ശാസ്ത്രീയ ലോകം ടെസ്റ്റ് ട്യൂബ് ശിശുവെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് എന്തിനേറെ ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫയൊന്ന് പരിശോധിച്ചാൽ
പുരുഷന്റെ ബീജം അത് ഭൗതിക ലോകത്ത് അഥവാ പൊതുവായ വായുവിൽ കൊണ്ടുവന്നാൽ അത് നിർവീര്യമായി പോകുമെന്നാണ് ഇബ്നു ഹജർ തങ്ങളുടെ കാലത്തെ ഡോക്ടർമാരുടെ വിവരം. അവര് പറഞ്ഞു പുരുഷന്റെ ഇന്ദ്രിയം അത് പുറത്തെ കാറ്റും വെയിലും ഒക്കെ കൊണ്ടാൽ നിർവീര്യമായി പോകുമെന്നാണ്. ആ കാലഘട്ടത്തിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അല്ല, ആ വാദം അങ്ങ് സമ്മതിക്കാൻ പറ്റൂല, അത് വീണ്ടും പ്രവർത്തനയോഗ്യമാണ്. പിന്നീടല്ലേ സയൻസ് അത് കണ്ടുപിടിക്കുന്നത്, പിന്നീടല്ലേ ഇതുപോലെയുള്ള മുഴുവൻ സന്താനോത്പാദന രീതികളും സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയ ലോകത്തിന്റെ നിയമങ്ങൾ അറിയുന്ന മഹാന്മാരാണ് മഹാന്മാരായ അഇമ്മത്തുൽ അർബഅ, അഇമ്മത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ. അവരെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ദീനിനു വേണ്ടി സേവനം ചെയ്തവരാണ്. അപ്പോൾ അല്ലാഹുവിന്റെ മഹത്വമുള്ള നാമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ നാമം, അതൊന്നും അവിടെയും ഇവിടെയും എഴുതിയിട്ട് അലങ്കോലപ്പെടുത്താനുള്ളതല്ല, എവിടെയും എഴുതി വെച്ച് കേടുവരുത്താനുള്ളതല്ല, അത് പിന്നീട് നിനക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ പറിച്ചു കളയാനുള്ളതല്ല, അതേതെങ്കിലും ചെളിയിലോ അഴുക്കിലോ ഇടാനുള്ളതല്ല. ഖത്തറിലെ കാറിൽ കണ്ടുകൊണ്ട് വാങ്ങിയതാണ്, അത് ദുബായിലെ ബസ്സിൽ കണ്ടുകൊണ്ട് വാങ്ങിയതാണ്. ഇല്ല മോനെ, ومن يعظم شعائر الله, അല്ലാഹുവിന്റെ ശിആറുകളെ മാനിക്കണം, അതിനെ ബഹുമാനിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ പേരെഴുതിയതിനെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതിയതിനെ ബഹുമാനിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, അടുക്കണം, സ്നേഹിക്കണം, പഠിക്കണം, അനുധാവനം ചെയ്യണം. ആ ഹബീബിലേക്കൊന്ന് ചേരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളെ നീ അറിയണേ മോനെ.